നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. ആഷസ് രണ്ടാം ടെസ്റ്റ് ബ്രിസ്ബെയിനിൽ തുടക്കമാവുകയാണ്. നാളെയാണ് മത്സരം. ഡേ നൈറ്റ് ടെസ്റ്റാണ്. നമുക്ക് ആഷസ് തന്നെ വിലയിരുത്താം. ഒപ്പം ഹരിസ് നെന്മാറ ചേരുന്നുണ്ട്. ഹരിസ് സ്വാഗതം. അപ്പോൾ ഡേ നൈറ്റാണ്, പിങ്ക് ബോളിലാണ്. ഇംഗ്ലണ്ടിനൊരു വലിയ തിരിച്ചുവരവ് അത്യാവശ്യമാണ്. ഓസ്ട്രേലിയ ആണെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ഒരു മത്സരത്തിന് ഇറങ്ങുന്നത്. ഈ ഒരു മത്സരം കൂടി വിജയിച്ചു കഴിഞ്ഞാൽ 5 മത്സരങ്ങളുടെ പരമ്പര 2-0 ഒരു വലിയ മേധാവിത്വം ലഭിക്കും. പിന്നീടുള്ള മത്സരം സമനിലാക്കിയാൽ പോലും അവർക്ക് ആ കിരീടം സ്വന്തമാക്കാമെന്നുള്ളൊരു വലിയ പോസിറ്റീവ് കൂടിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സെക്കൻഡ് ടെസ്റ്റിനെ കാണുന്നത്? എനിക്കൊന്നും പിന്നെ ഈ ആഷസിൽ പൊതുവെ കണക്കുകൾ മൊത്തം ഇംഗ്ലണ്ടിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നത്. ഒരു 2023 ശേഷം ഓസ്ട്രേലിയ ആഷസിൽ ഇതുവരെ 3 മത്സരമാണ് തോറ്റിട്ടുള്ളത്. ഈ നൂറ്റാണ്ടിൽ തന്നെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗാബയിലെ ചരിത്രങ്ങൾ മുഴുവൻ ഇംഗ്ലണ്ടിനെതിരാണ്. അവരൊരു 39 വർഷം മുമ്പാണ് ഗാബയിൽ ഒരു മത്സരം ജയിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ നൂറ്റാണ്ടിൽ ആദ്യ ടെസ്റ്റ് തോറ്റതിന് ശേഷം ഒരു ടീം തിരിച്ചു വന്ന ഒരൊറ്റ ചരിത്രമുള്ളത് 2025 ആ ഫ്ലിൻറ്റ് ഓഫിൻ്റെ ഒരു കംബാക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ കണക്കുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ എതിർപക്ഷത്താണ് കണക്കുകൾ നിൽക്കുന്നത്. പെർത്തിലെ പരാജയം അവരെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് അവർ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ ഒന്നാമത് നിൽക്കുന്നു. 4 മത്സരവും ജയിക്കുന്നു. പോയിന്റ് പെർസെൻറ്റേജിൽ അവർ 100% ഒന്നാമത് നിൽക്കുന്നു. കഴിഞ്ഞ 10 ടെസ്റ്റ് മത്സരങ്ങളിൽ അവർ 8 ജയിക്കുന്നു. അപ്പോൾ തോൽവിയറിയാതെ ഒരു ടെസ്റ്റ് സൈക്കിൾ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇംഗ്ലണ്ട് വലിയൊരു എതിരാളികളാണ്. അവരോടുള്ള ജയം അവരെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ഗാബയിൽ ഇംഗ്ലണ്ടിന് വലിയ പ്രതീക്ഷകളുമുണ്ട് എന്നുള്ളതാണ്. പൊതുവെ പെർത്തിലെ പിച്ചും പിന്നെ ഗാബയിലെ പിച്ചൊക്കെ നോക്കുന്ന സമയത്ത് പെർത്തിനേക്കാൾ ബൗൺസ് ചെയ്യുന്ന ഒരു പിച്ചാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ബോളിംഗ് അറ്റാക്കിനെ കുറിച്ച് നമുക്കറിയാം. അത് നമ്മൾ ഒന്നാമത്തെ ടെസ്റ്റിൽ തന്നെ അത് കണ്ടിട്ടുമുണ്ട്. ഒന്നാം ഇന്നിങ്സിൽ ശരിക്കും ഓസ്ട്രേലിയ ഒരു 130 റൺസ് ചുരുട്ടി കെട്ടുന്നതിൽ ബെൻ സ്റ്റോക്സ് അടക്കമുള്ള പിന്നെ ആറ്റ്കിൻസൺ, ആർച്ചർ അവരുടെ ആ ബോളിംഗ് ലൈനപ്പ് ഒരു വലിയ ത്രെട്ടാണ് ശരിക്കും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം. സെക്കൻഡ് ഇന്നിങ്സിൽ ശരിക്കും ഒരു 1-man ഷോ ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവർ ഓസ്ട്രേലിയ ജയിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ട്രാവിസ് ഹെഡ് ഒഴികെയുള്ള ബാക്കിയെല്ലാ ട്രാവിസ് ഹെഡും ലബൂഷൈനും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാ ബാറ്റർമാരും ഓസ്ട്രേലിയയിൽ ഇംഗ്ലണ്ട് ബൗളർമാർക്ക് മുന്നിൽ പരാജയം തന്നെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഗാബയിൽ ചരിത്രങ്ങളൊക്കെ എതിർപക്ഷത്താണെങ്കിൽ പോലും പിച്ചിൻ്റെ കണ്ടീഷൻസ് ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് ബോളർമാർക്ക് ഡെലിവർ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ പെർത്തിലെ മത്സരത്തിന് ശേഷം ഇവരുടെ ആൻഡേഴ്സനൊക്കെ പറയുന്നുണ്ട്, ഇവരുടെ ഇതിഹാസ ബോളർ ആൻഡേഴ്സനൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഒന്നാം ഇന്നിങ്സിൽ എന്ന് പറഞ്ഞാൽ കളിയുടെ ഒരു ഭൂരിപക്ഷം സമയത്തും വല്ലാതെ പിന്നെ ഡെലിവർ ചെയ്തുകൊണ്ടിരുന്ന ഇംഗ്ലീഷ് ബോളർമാർ സെക്കൻഡ് ഇന്നിങ്സിൽ അവർക്ക് എന്താണ് പറ്റിയത്? കുറച്ചുകൂടി പേസ് വേരിയേഷൻസ് കൊടുക്കാൻ എന്തുകൊണ്ടാണ് കഴിയാതിരുന്നത് ട്രാവിസ് ഹെഡിന് എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിൽ ഒരേ പേസിൽ ഒരേ ലെങ്ത്തിൽ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ സ്റ്റോക്സും ആർച്ചറും ആറ്റ്കിൻസണും ഒക്കെ. അപ്പോൾ ഇടയിലൊരു സ്പിന്നർ ഇട്ട് കൊടുക്കുക, കുറച്ചുകൂടി ഒരു മീഡിയം പേസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു പേസ് വേരിയേഷൻസ് ഇട്ട് കൊടുത്ത് ട്രാവിസ് ഹെഡിനെ കൊടുക്കണമായിരുന്നു. പക്ഷേ അവിടെ ഒരേ രീതിയിൽ വരുന്ന സമയത്ത് ഇപ്പോൾ ഷോർട്ട് ബോൾ എറിയുന്ന സമയത്ത് ബാക്ക് ലൈനിൽ പിന്നെ ബാക്ക് ഫുട്ടിൽ നിന്നുകൊണ്ടാണ് പ്രഹരിക്കുന്നത്. പിന്നെ അങ്ങ് തീർത്ത് കളയുന്നത്. അപ്പോൾ അന്ന് മക്കളൊക്കെ പറയുന്നുണ്ട് 200 എന്ന് പറയുന്നത് പെർത്തിൽ ആ കണ്ടീഷനിൽ ശരിക്കും വലിയൊരു ടോട്ടലായിരുന്നു. ഞങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു. കാരണം അത്രയും വലിയൊരു ബോളിംഗ് അറ്റാക്കാണ് അവരുടെ കയ്യിലുള്ളത്. പക്ഷേ അവരൊരു 1-man ഷോയ്ക്ക് മുന്നിലാണ് അവർ തകർന്നു പോയത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാസ്ബോൾ വലിയൊരു ചോദ്യചിഹ്നമായൊരു സമയത്താണല്ലോ ഉള്ളത്. പിന്നെ ജോ റൂട്ട് അടക്കം ഫാബ് ഫോറിലുള്ള മനുഷ്യർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുന്ന എല്ലാ മനുഷ്യരും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇംഗ്ലണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ ബാറ്റിംഗ് സമീപനം മാറ്റുമോ എന്നതുകൂടി വലിയൊരു ചർച്ചയായി ചിലപ്പോൾ ഗാബയിലേക്ക് വരാം എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിൻ്റെ സമീപനം തന്നെ ആരിസ് പറഞ്ഞു നിർത്തിയെന്ന് തന്നെ തുടങ്ങാം. സമീപനം തന്നെയാണ് മാറ്റേണ്ടത്. കാരണം അവരുടെ ഇതിഹാസ താരം ജെഫ് ബോയ്കോട്ട് ടെലഗ്രാഫിൽ എഴുതിയൊരു ലേഖനത്തിൽ പറയുന്നുണ്ട്, ബുദ്ധി കൊണ്ടുകൂടി നിങ്ങൾ കളിക്കണം എന്നുള്ളത്. നേരത്തെ ആൻഡേഴ്സണൊക്കെ സൂചിപ്പിച്ചിരുന്ന സാധനം അത് തന്നെയാണ്. അതായത് ഫസ്റ്റ് ഇന്നിങ്സിൽ 139 ഓസ്ട്രേലിയ ചുരുട്ടിക്കെട്ടി അത്രയും ആ ഒരു ഇൻറ്റൻസോടുകൂടി സെക്കൻഡ് ഇന്നിങ്സിൽ കളിച്ചില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ബൗളിങ്ങിൻ്റെ ഉൾപ്പെടെയുള്ള വേരിയേഷൻ. കാരണം ഫസ്റ്റ് ഇന്നിങ്സിൽ 44% പന്തുകളും 140 പെർ അവർ മുകളിലായിരുന്നു ഇംഗ്ലീഷ് ബോളർമാർ എറിഞ്ഞുകൊണ്ടിരുന്നത്. സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വന്നപ്പോൾ 33%. 11%-ലേറെ പന്തുകളുടെ കുറവ് അവർ സ്പീഡിലും വേരിയേഷനിലും ലെങ്ത്തിലെല്ലാം കുറച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിൽ തിരിച്ചടിയായി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ട്രാവിസ് ഹെഡ് എങ്ങനെ എറിഞ്ഞാലും ഞാൻ അടിക്കുമെന്നുള്ളൊരു മനോഭാവത്തിലാണ് അവർ ട്രാവിസ് ഹെഡിനെ സ്റ്റീവൻ സ്മിത്ത് ഓപ്പണിങ്ങിൽ ഇറക്കി അങ്ങ് വിടുന്നത്. അപ്പോൾ ആ ഒരു മൂഡിൽ, ആ ഒരു മൈൻഡ് സെറ്റിലാണ് പുള്ളി ഇറങ്ങുന്നതും. എന്നിരുന്നാൽ പോലും കുറച്ചധികം മറുവശത്തുള്ള വിക്കറ്റുകൾ വീഴ്ത്താനില്ല. അപ്പുറത്ത് ലബുഷേനാണ് കൂടുതൽ നിന്നിരുന്നത്. വിക്കറ്റുകൾ വീഴ്ത്താനുള്ള ശ്രമം ഇംഗ്ലീഷ് ബോളർമാർ ആ ഒരു ഇൻറ്റൻസോട് കൂടി എറിഞ്ഞിരുന്നെങ്കിൽ മത്സരഫലം ഏതെങ്കിലുമൊക്കെ തരത്തിൽ തിരിഞ്ഞാണ്. കാരണം 139 ആദ്യ ഇന്നിങ്സിൽ ഓൾ ഔട്ടായ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം 201 എന്ന് പറയുന്നത് 200 മുകളിൽ സ്കോർ എന്ന് പറയുന്നത് വലിയ ടോട്ടൽ തന്നെയാണ്. പക്ഷേ ആ ഒരു ഇൻറ്റൻസ് പോയി എന്നുള്ളതാണ് പ്രധാന കാരണം. ഒപ്പം തന്നെ ഇനിയിപ്പോൾ സെക്കൻഡ് ടെസ്റ്റ് ഗാബിയിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിന് അവിടെ വലിയ പ്രശ്നങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 2 സമനില മാത്രമാണ് അവർക്ക് അവിടെ ആകെ അവകാശപ്പെടാനുള്ളതൊരു വലിയ കണക്കുണ്ട്. അതിനേക്കാളുപരി ഓസ്ട്രേലിയക്കും ചില പേടിപ്പിക്കുന്ന കണക്കുകളുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ 2021 ശേഷം 5 മത്സരങ്ങളാണ് ഓസ്ട്രേലിയ ഗാബിയിൽ കളിച്ചിട്ടുള്ളത്. അതിൽ 2 മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടു. 2 മത്സരം, ഒരു മത്സരം സമനിലയിൽ. അതിൽ തന്നെ ഇംഗ്ലണ്ട് ശരിക്കും പഠിക്കേണ്ടത് ഇന്ത്യയിൽ നിന്നാണ്. പൊളിച്ചാൽ പൊളിയാത്തൊരു കോട്ടയും ഇല്ല എന്നുള്ളൊരു പാഠം ഇന്ത്യ അന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതും 325 മുകളിലൊരു റൺസ് ചേസ് ചെയ്തുകൊണ്ടാണ് ഓസ്ട്രേലിയയുടെ പുകൾപ്പെട്ട ബൗളിംഗ് നിരയോ മറ്റുമൊക്കെ. വിരാട് കോഹ്ലിയൊന്നും ഇല്ലാത്ത ഇന്ത്യ അന്ന് ശുഭ്മാൻ ഗില്ലിന്റെയും ഋഷഭ് പന്തിന്റെയും ഒരു ഐതിഹാസികമായ പ്രകടനത്തിലൂടെയാണ് നമ്മൾ ആ 325 ചേസ് ചെയ്ത് വിജയിച്ചത്. രഹാനയുടെ ക്യാപ്റ്റൻസി. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് കളിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൈൻഡ് സെറ്റിന്റെ കൂടെയാണല്ലോ ഗെയിം. വിൻഡീസിലും പാഠമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഷമാർ ജോസഫ് ഒരു വൺ മാൻ ഷോയിലാണ് 7 വിക്കറ്റ് എടുത്തത്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ബോളിംഗ് വല്ലാതെ ബൗൺസി ആയ ഒരു പിച്ചിൽ ഷമാർ ജോസഫിൽ നമുക്ക് പാഠമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒപ്പം തന്നെ അത് ബൗൺസി പ്ലസ് ഹാർഡ് ലെങ്ത്തിന് പേര് കേട്ടതാണ് ഗാബയിലെ പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ 10 to 8 മീറ്റർ വരെ വളരെ നന്നായിട്ട് എറിയാൻ പറ്റുന്ന ഒരു ലെങ്ത് ഉള്ളൊരു ഇതാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് 8+ എറിയുന്ന ബൗളർമാർ ഇംഗ്ലണ്ടിനുള്ളൂ. ഇപ്പോൾ ജോഫ്ര ആർച്ചർ ആയിക്കോട്ടെ, ഗെറ്റ്സ് ആറ്റ്കിൻസൺ ആയിക്കോട്ടെ, മാർക്കൂട്ട് പരിക്കേറ്റ് അദ്ദേഹം ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും ഇവനുൾപ്പെടെ നമ്മുടെ ബെൻ സ്റ്റോക്സ് ഉൾപ്പെടെയുള്ള താരങ്ങൾ സ്ഥിരമായിട്ട് ഹാർഡ് ലെങ്ത്തിൽ നന്നായിട്ട് പന്തെറിയുന്ന താരങ്ങളാണ്. അപ്പോൾ ആ ഒരു ഗുണം കൂടി, ആ ഒരു ക്വാളിറ്റി കൂടി ഇംഗ്ലണ്ട് കളത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് ഒരു വലിയ സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പറഞ്ഞ പോലെ മെന്റാലിറ്റിയാണ് ആദ്യത്തെ സാധനം. അതാണ് അവർ പിടിച്ചു നിർത്തി ഈ ഒരു കളത്തിലേക്ക് തിരിച്ചു വരേണ്ടത്. ഇംഗ്ലണ്ടിലും തന്നെ പരമ്പര സമനിലയിലാക്കാൻ വിജയം അനിവാര്യമാണ്. എല്ലാം കൊണ്ടും ഒരു അനുകൂല സാഹചര്യം അവിടെയുണ്ട്. എന്നാൽ പോലും പിങ്ക് ബോളിന്റെ ഒരു പ്രശ്നം, അത് ജോ റൂട്ട് ഉൾപ്പെടെയുള്ള താരങ്ങൾ വലിയ രീതിയിൽ പറഞ്ഞിരുന്നു. ഒരു 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ടൂർണമെന്റാണ് ആഷസ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ലോകം മൊത്തം ആവേശത്തോടെ കാത്തിരിക്കുന്ന ടൂർണമെന്റിൽ എന്തിനാണ് നിങ്ങളൊരു പിങ്ക് ടെസ്റ്റ് കുത്തിക്കയറ്റുന്നത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ജോ റൂട്ട് പറഞ്ഞിട്ടുണ്ടാവും. പിങ്ക് ബോളിൽ ഓസ്ട്രേലിയക്ക് വലിയ മേധാവിത്വമുണ്ട്. കാരണം ഓസ്ട്രേലിയയിൽ ഡൊമസ്റ്റിക് സീരീസ് ഉൾപ്പെടെ പിങ്ക് ബോളിലാണ് അവിടെ നടത്താറുള്ളത്. ഇംഗ്ലണ്ടിലാണെങ്കിൽ പിങ്ക് ബോളിൽ വളരെ മോശം പെർഫോമൻസ് ആണുള്ളത്. അതിൽ തന്നെ പേടിക്കാനുള്ളത് മിച്ചൽ സ്റ്റാർക്കിനെയാണ്. 81 വിക്കറ്റുകളാണ് അദ്ദേഹം 15 ടെസ്റ്റിൽ നിന്ന് പിങ്ക് ബോളിൽ നേടിയിട്ടുള്ളത് എന്നുള്ളതൊരു ഗംഭീരമായ കണക്ക് മിച്ചൽ സ്റ്റാർക്കിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഹേസൽവുഡും കമ്മിൻസും സെക്കൻഡ് ടെസ്റ്റിന് ഇല്ലെങ്കിൽ പോലും ഓസ്ട്രേലിയക്ക് ധൈര്യമുള്ളത് സ്റ്റാർക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ഈ ഗാബയിലേക്ക് തന്നെ വരുമ്പോൾ ഗാബയിൽ സ്റ്റാർക്കിൻ്റെ പെർഫോമൻസ് പിങ്ക് ബോളിൽ അത്ര നല്ലതല്ല എന്നുള്ളത്. കാരണം 3 ടെസ്റ്റും പിന്നെ ഒരു സീരീസും ഉൾപ്പെടെ 7 ഇന്നിങ്സുകളിലാണ്, 6 ടെസ്റ്റിലെയും ഒപ്പം ഒരു മാച്ചും, അങ്ങനെ 7 ഇന്നിങ്സാണ് 12. പക്ഷേ 7 ഇന്നിങ്സിൽ അദ്ദേഹത്തിന് 31 ആവറേജ് ഉള്ളൂ. 15 വിക്കറ്റുകൾ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളൊരു കണക്കുണ്ട്. പക്ഷേ പിങ്ക് ബോളിൽ സ്റ്റാർക്ക് എന്താ പറയുക, ഒരു അൺഡിസ്പ്യൂട്ടഡ് കിങ് ഒക്കെ പറയാവുന്ന ഒരു താരം തന്നെയാണ്. അതൊരു തരത്തിൽ ഇംഗ്ലണ്ടിന് വെല്ലുവിളി തന്നെയായിരിക്കും. അതേപോലെ തന്നെ ഈ ബാറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഈ ട്രാവിസ് ഹെഡിന്റെയും മാർണസ് ലബൂഷന്റെയും ഇപ്പം പെർത്തിൽ അവരാണല്ലോ തിളങ്ങിയത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഗാബയിലേക്ക് വരുമ്പോഴും അവരുടെ കണക്കുകൾ, സമീപകാല കണക്കുകൾ നോക്കുന്ന സമയത്ത് വലിയ റെക്കോർഡുകളുള്ള, അവർക്ക് ഇരുവർക്കും വലിയ റെക്കോർഡുകളുള്ള ഒരു മൈതാനമാണ് ഗാബ എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രാവിസ് ഹെഡ് 2 തവണ 150 മുകളിൽ സ്കോർ ചെയ്തൊരു ഒരു മണ്ണാണത്. മാർണസ് ലബൂഷൈൻ ഗാബയിൽ കളിക്കുമ്പോഴൊക്കെ ഒരു 51 മുകളിൽ ബാറ്റിംഗ് അവറേജിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഉസ്മാൻ ഖവാജ നാളത്തെ മത്സരത്തിൽ ഉണ്ടാകില്ല എന്ന റെക്കോർഡ് ഉറപ്പായിരിക്കുന്നു. അപ്പോൾ ജോഷ് ഇംഗ്ലീസ് വരുന്നു. അപ്പോൾ ജോഷ് ഇംഗ്ലീസ് ആണെങ്കിൽ ഈ വർഷമാണ് അദ്ദേഹം ടെസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം കുറിച്ചത്. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ശ്രീലങ്കയ്ക്കെതിരെ സെഞ്ചുറി അടിച്ചിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം നാളെ വരുന്നു. അപ്പോൾ ഈ ബാറ്റിംഗ് ഓർഡർ എങ്ങനെയാണെങ്കിലും ട്രാവിസ് ഹെഡ് ഡെലിവർ ചെയ്യും എന്ന് തന്നെയാണ് ഓസ്ട്രേലിയ പിന്നെ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ ഒരു ഫോർട്രസ് ആയ ഒരിടത്ത് അവിടെ തന്നെ ട്രാവിസ് ഹെഡ് വല്ലാതെ ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിൽ സ്വാഭാവികമായിട്ടും നാളെയും ട്രാവ് ബോളിലാണ് അവർ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് ഇംഗ്ലണ്ട് ബോളർമാരിലും വിശ്വസിക്കുന്ന ഒരു മത്സരമായിരിക്കും നാളെ എന്ന്
ഒപ്പം തന്നെ ഈ ഓസ്ട്രേലിയൻ ബാറ്റർമാരുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ബാറ്റർമാരുടെ അസ്ഥിരത വലിയ രീതിയിലുള്ള yes. പ്രശ്നം തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാവിസ് ഹെഡും ലബുഷേന് മാത്രം സെക്കൻഡ് ഇന്നിംഗ്സിൽ ഹെഡിന്റെ ഒരു സെഞ്ചുറി, ലബുഷേന്റെ ഒരു 50. അതല്ലാതെ ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിൽ 26 റൺസിന് മുകളിൽ ആ 2 ഇന്നിംഗ്സ് വെച്ച് നോക്കുമ്പോൾ പോലും ഒരു താരം പോലും നേടിയിട്ടില്ല എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. മാത്രമല്ല ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു 5-6 വർഷത്തെ കണക്കെടുക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് ആവറേജ് എന്ന് പറയുന്നത് 27 ഉള്ളൂ, 26-27 റേഞ്ചിലേ ഉള്ളൂ. അതും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ അവർക്ക് നല്ല ബൗളിംഗ് യൂണിറ്റ് ഉണ്ട്. മാത്രമല്ല എല്ലാവരും കൂടി സ്കോർ നേടി ഒരു ടീം ടോട്ടൽ എത്തിക്കുന്നതിൽ അവർ മികവും കാണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പോസിറ്റീവായി മാറുന്നത്. അപ്പം തോന്നും പിന്നെ നാളത്തെ മത്സരം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഓസ്ട്രേലിയക്ക് പ്രത്യേകിച്ച് ആഷസിലെ മൊത്തം പിന്നെ റെക്കോർഡുകൾ അവർക്ക് അനുകൂലമായി കിടക്കുന്ന സമയത്തും ഇംഗ്ലണ്ടിന് പ്രതീക്ഷയാണ്. അവർ 2005 പോലെ ഒരു കംബാക്കിന് ഇതുപോലത്തെ പല കംബാക്കുകൾക്കും അവർ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും സമീപകാലത്തെ ആഷസിൽ അവർ വല്ലാതെ അവരുടെ ഡൗൺഫാളിലാണുള്ളത്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ മണ്ണിൽ അവരുടെ വിജയങ്ങളും കണക്കുകളും ഒക്കെ അവർക്കെതിരായി നിൽക്കുമ്പോൾ പോലും സ്റ്റോക്സ് വിശ്വസിക്കുന്നു, ആ ടീം വിശ്വസിക്കുന്നു, അവരുടെ ബോർഡർമാരിൽ വിശ്വസിക്കുന്നു. ആ മത്സരം കഴിഞ്ഞതിന് ശേഷം അവരുടെ നിരാശ മുഴുവൻ 2ാം ഇന്നിംഗ്സിൽ അവർക്ക് എന്തുകൊണ്ട് ഡെലിവർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമായിരുന്നു. അല്ലാതെ അവരുടെ ബാറ്റർമാർ ഡെലിവർ ചെയ്തില്ല എന്നുള്ളത് പോലും ആയിരുന്നില്ല അവരുടെ ആശങ്ക. അപ്പോൾ സ്വാഭാവികമായിട്ടും നാളത്തെ മത്സരം ഇംഗ്ലണ്ടിൻ്റെ തിരിച്ചുവരവ് കാണട്ടെ. എന്നാലാണല്ലോ ആഷസിന് മാത്രമല്ല അതൊരു വൺ സൈഡായി പോകുന്ന ഒരു സംഭവം ഒഴിവാകും വേണമല്ലോ. കാരണം ആഷസ് എന്ന് പറയുന്നതിൻ്റെ ഒരു വീറും വാശിയൊക്കെ നിലനിർത്തുന്നത് തന്നെയാണ്. ഒപ്പം തന്നെ ജോ റൂട്ട് ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് ബാറ്റർമാർക്ക് മികവിലേക്ക് എത്തണം എന്നുള്ളൊരു കാര്യം കൂടി അവിടെയുണ്ട്. ബാസ്ബോൾ കളിച്ച് ആരും സ്കോർ ചെയ്യുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നവും അവിടെയുണ്ട്. കുറേ ഇംഗ്ലീഷ് താരങ്ങൾക്ക് ആ തരത്തിൽ പോലും ബാറ്റർമാർക്കും കൂടി ഒന്ന് ഫോമിലേക്ക് എത്തേണ്ട ആവശ്യം കൂടി അവിടെയുണ്ട്. അതെ, തീർച്ചയായും. പിന്നെ എനിക്ക് തോന്നുന്നു 2 ടീമിലെയും ബാറ്റർമാർ ഡെലിവർ ചെയ്യേണ്ട മത്സരങ്ങളാണ് ഇനി വരേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സമീപകാലത്തെ ബാറ്റിംഗ് ആവറേജുകളും സമീപകാലത്ത് അവരുടെ ബാറ്റിംഗ് പ്രകടനങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ബോളർമാർ കളി തിരിച്ച മത്സരങ്ങൾ, ബോളർമാരുടെ കയ്യിൽ കളി കിടക്കുന്നു എന്നുള്ളതാണ് റിയാലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇംഗ്ലണ്ട് നാളെയും പ്രതീക്ഷിക്കുക അവരുടെ ബോളർമാർ ഡെലിവറി ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ മക്കല്ലം അവരുടെ ബാസ്ബോൾ സമീപനത്തിൽ മാറ്റം വരുത്തിയോ എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ നാളെ കണ്ടറിയേണ്ടതാണ്. കുറേ കാലമായി ചോദ്യചിഹ്നം ഉയരുന്നുണ്ട്. 1ാമത്തെ ടെസ്റ്റിലെ പിന്നെ തോൽവിയോടുകൂടി രണ്ട് ദിവസം കൊണ്ടൊക്കെ ഒരു കളി അവസാനിക്കുക എന്ന് പറയുന്നത് ആഷസിൻ്റെ ചരിത്രത്തിൽ തന്നെ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. സോ അത് രസംകൊല്ലിയാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറൊരു ചർച്ച തന്നെയാണ്. ബാസ്ബോളിൻ്റെ രസംകൊല്ലി അല്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ടെസ്റ്റ് മത്സരങ്ങൾ നേരത്തെ അവസാനിക്കുന്നത് അത് രസംകൊല്ലികൾ തന്നെയാണ് എന്നാണ് പൊതുവെ ക്രിക്കറ്റിന്റെ ക്ലാസിക് രൂപങ്ങളെ കുറിച്ച് അങ്ങനെ തന്നെ വിലയിരുത്തുന്ന മനുഷ്യർ പറയുന്നത് എന്നുള്ളതാണ്. ടെസ്റ്റിന്റെ പകുതി പോലും അല്ല, 5 ദിവസമാണല്ലോ സാധാരണ ടെസ്റ്റ്, 140 ഓവർ പോലും നിന്നിട്ടില്ല. കാരണം ഒരു ദിവസവും 3 സെഷനും അതേ കഴിഞ്ഞുള്ളൂ. അതിനു മുമ്പ് മത്സരം തീർന്നു എന്നുള്ളതാണ്. അതെ. അപ്പോൾ ഗാബാറ്റസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്രൊഡിക്ഷൻ മുതിരുന്നുണ്ടോ? ഇംഗ്ലണ്ട് തിരിച്ചു വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ആഷസ് അങ്ങനെയാണല്ലോ, വൺ സൈഡായി പോകരുതല്ലോ ഒരിക്കലും. അതെ, പക്ഷേ ഒരു ഓസ്ട്രേലിയയുടെ ഗാബയാണ് ഓസ്ട്രേലിയയുടെ ഒരു വലിയ മേധാവിത്വം തന്നെ. സ്റ്റാർക്കിന്റെ ഒരു ഗംഭീരമായ പെർഫോമൻസും പിങ്ക് ബോൾ ആയതുകൊണ്ടുണ്ടാവും എന്നുള്ളൊരു സാധനം കൂടി ഉണ്ട്. നല്ല ടൈറ്റ് മാച്ച് ഒരു 5 ഡേ നിലനിൽക്കുന്ന രീതിയിലുള്ളൊരു ടൈറ്റ് മാച്ച് വരട്ടെ എന്ന് തന്നെയാണ്. പക്ഷെ ഓസ്ട്രേലിയക്ക് തന്നെയാണ് ഒരു സാധ്യത കാണുന്നത് അല്ലേ. അപ്പൊ എന്തായാലും പ്രേക്ഷകർക്കും ഉണ്ടാവും ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലുകളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാൻ. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റുകളായി രേഖപ്പെടുത്തണം. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണാം. നമസ്കാരം.